ഒരിക്കലും ആഖിറത്തിനെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ഭയപ്പെടണം. അതുകൊണ്ട് ഒരസുഖം വരുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഒരു പ്രയാസമാണ്, പ്രതിസന്ധിയാണ്, പടച്ചവനോട് പ്രാർത്ഥിക്കും, പടച്ചവനോട് അടുക്കും. അപ്പോൾ സ്വാഭാവികമായും ബഹുഭൂരിപക്ഷം ആളുകളും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പം അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് ചെയ്യുക, അള്ളാഹുവിനെ ആരാധിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഒരു അനുഗ്രഹം വരുമ്പോൾ നമ്മൾ മറന്നുപോകും. ഇപ്പോൾ നമുക്ക് നല്ല മെച്ചാണ്, നമ്മുടെ കച്ചവടമൊക്കെ ഉഷാറാണ്, ബിസിനസ്സൊക്കെ ഉഷാറാണ്, നമ്മൾ കുറച്ചും കൂടി തിരക്കാണ്. എൻ്റെ അവസ്ഥ തന്നെ ഞാൻ പലപ്പോഴും ആലോചിക്കും. ഞാൻ MBBS കഴിഞ്ഞ് 3000 റുപ്യ സ്റ്റൈപ്പൻഡ് കിട്ടി കാലുണ്ട് MBBS. പിന്നെ PG ചെയ്തപ്പം അത് 7000 റുപ്യയായി. പിന്നെ ഞാൻ ജോലിക്ക് കയറിയപ്പം അത് 1,00,000. പിന്നെ അതങ്ങനെ കൂടി ഇപ്പോൾ വലിയ സംഖ്യ മാസം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ നോക്കുമ്പം നമ്മൾ പടച്ചോനായിട്ടുള്ള ബന്ധം അത് കുറച്ചും കൂടി മോശമായേക്കാണോ എന്ന് എനിക്കിടക്ക് തോന്നലുണ്ട്. അപ്പോൾ സഹോദരങ്ങൾ, നമ്മളെപ്പോഴും ആലോചിക്കേണ്ടെന്നോ, നിങ്ങൾ നന്നായിക്കണോ അല്ലേ, അതല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ഇപ്പോൾ ജയിക്കുകയാണോ തോൽക്കുകയാണോ, ജയിച്ചുകൊണ്ടിരിക്കുകയാണോ തോറ്റുകൊണ്ടിരിക്കുകയാണോ എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ വെച്ചാൽ, നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടായിക്കണോ, ഒരു അസുഖമോ ഒരു പ്രയാസമോ സാമ്പത്തിക പ്രതിസന്ധി എന്തെങ്കിലും ഒരു പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിന് ബാധിച്ചോ, ആ പ്രതിസന്ധി കാരണം നിങ്ങളെ പ്രാർത്ഥനയും നിങ്ങളെ ഖുർആനോത്തും നിങ്ങളെ നിസ്കാരം ഒന്നുകൂടി നന്നായിക്കുകയാണോ, നിങ്ങൾ കഴിച്ചിലായിക്കാണ്, നിങ്ങൾ അള്ളാഹിലേക്ക് അടുത്തൊക്കെയാണോ, നിങ്ങൾ കുറച്ചും കൂടി നല്ല ആത്മാർത്ഥമായി തഹജ്ജുദ് നിസ്കരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നുകൂടി ഖുർആനോതുണ്ട്, പ്രാർത്ഥനകൾ രാവിലെയും വൈകുന്നേരമൊക്കെ ദിക്ർ ചൊല്ലുന്നുണ്ട്, ഒന്നുകൂടി പടച്ചോനേറ്റൊക്കെ അടുത്തൊക്കെയാണോ, ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചു എന്നാണ്. അല്ല നിങ്ങളെ ദുനിയാവ് കൂടി, നിങ്ങൾ പഴയ പോലെ ജമാഅത്തിന് പള്ളി കാണില്ല, സുബൈക്ക് പലപ്പോഴും ഉറങ്ങിപ്പോവുകയാണ്. പണ്ടൊക്കെ മുമ്പ് സുബൈൻ്റെ മുമ്പ് തന്നെ പള്ളിക്ക് വന്നിരുന്ന ആൾ ഇപ്പോൾ ദജ്ജാലിനെ പിടിച്ചാനാണ് വരിക. എന്താ ദജ്ജാലിനെ പിടിച്ചു പറഞ്ഞാൽ അത്തയ്യാത്തിന് വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. മണ്ടി നിർവഹിച്ചതിന് മണ്ടുണ്ട്. അപ്പോൾ എങ്ങോട്ട് വെച്ചു, ദജ്ജാലിനെ പിടിച്ചാനാണ് എന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ നിസ്കാരം ഏകദേശം അവസാനത്തെ റക്കഅത്തേക്ക് എത്തിക്കണ്. ജമാഅത്തിന് ആദ്യം മുന്നത്തെ സഫിൽ വന്നിരുന്ന ആൾ ഇപ്പോൾ ദജ്ജാലിനെ പിടിച്ചാനാണ് വരുന്നത്. അതേപോലെ എന്താണ്, സ്വതക്കൊന്നും ഇല്ല. പണ്ടൊക്കെ ആരത്രയും ചോദിച്ചാലും കൊടുക്കും, കണക്കില്ലാതെ കൊടുത്തിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും 10000 റുപ്യാണ്. ആര് വന്നാലും 10000. കുറേ വിചാരണ ചെയ്യുന്നിട്ട് 10000 റുപ്യ എടുക്കും. ഇപ്പോൾ പണ്ടത്തിനേക്കാൾ പൈസ ഉണ്ട്. വീടിൻ്റെ മുമ്പിൽ 4-5 വണ്ടി ഉണ്ട്. ഒരു വണ്ടിയുള്ള കാലത്ത് എത്രയും പൈസ കൊടുത്തിരുന്നു. ഇപ്പോൾ 4-5 വണ്ടിയായപ്പം കിട്ടുന്നില്ല. ആൾക്കാർക്ക് പരാതിയാണ്, ഇപ്പോൾ പയ്യന്മാരും തരൂല, കുറേ ചോദ്യം കുറേ ചടപ്പിച്ചിട്ടൊക്കെ തരുള്ളൂ. അല്ലെ ചടപ്പിച്ച ചില ആൾക്കാർ പോവും. അവർ കുറേ ചടപ്പിച്ച് ചോദ്യം ചെയ്താൽ ഞങ്ങൾ അവരോട് ചോദിക്കാൻ നിൽക്കില്ല എന്ന്. സഹോദരങ്ങളെ, പടച്ചോലിന് അകലെയാണ് നിസ്കാരം. അല്ലേ, ജമാഅത്ത് നഷ്ടപ്പെടുക, ജമാഅത്തിൽ നിന്ന് പിന്മാറുക, ജമാഅത്തിൽ നിന്ന് പിന്തുക, റവാത്തിബ് സുന്നത്തുകൾ നഷ്ടപ്പെടുക. ആദ്യം ഓതി എത്രപ്പോൾ ഖുർആൻ ഓതണില്ല, ആദ്യം സുന്നത്ത് നോമ്പെടുത്ത് എത്രപ്പോൾ സുന്നത്ത് നോമ്പിടില്ല, ആദ്യം സ്വതക്ക കൊടുത്തത്രപ്പോൾ സ്വതക്ക കൊടുക്കണില്ല, ആദ്യം ദീനിൻ്റെ ആൾക്കാരോട് കാണുമ്പോൾ സ്നേഹിക്കുന്നു, ഊട്ടിപ്പിടിച്ച് അണഞ്ഞൂട്ടിപ്പിടിച്ച് ഉമ്മച്ചിരുന്നു. ഇപ്പോൾ താടിക്കാരെ കണ്ട അത്ര ഇഷ്ടമല്ല, ഇപ്പം അത്ര അണഞ്ഞൂട്ടിപ്പിടിച്ചില്ല, ഇപ്പം എല്ലാവരോടും ഒരു വെറുപ്പാണ്. അതിനർത്ഥം എന്താ നിങ്ങൾ, അതിൻ്റെ അർത്ഥം ദീനിന്ന് അകന്നു പോവുകയാണ്, പടച്ചോനിൽ നിന്ന് അകന്നു പോവുകയാണ് എന്നാണ്. അതുകൊണ്ട് ഈ ദുനിയാവ് നല്ലീനല്ല, ഈ ദുനിയാവ് അപകടത്തിലേക്കാണ് പോണത് എന്നുള്ളതിൻ്റെ സൂചനയാണ്.